വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗോതമ്പാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി നുറുക്ക് ഗോതമ്പാണ് ഉള്ളെങ്കിൽ അതും എടുക്കാം. അതും ഇതുപോലെ തന്നെ 1 കപ്പ് എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാദാ ഗോതമ്പാണ്. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. തൊലി കളഞ്ഞ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായി ചളി ഉണ്ടാവും. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പും അരിയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചളി ഉണ്ടാവും. അപ്പോൾ നന്നായി വൃത്തിയായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ കണ്ടാൽ അറിയാതെ നന്നായിട്ട് ചളി വരും. നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും അഴുക്കുണ്ടാവും നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിലും ഗോതമ്പിലൊക്കെ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്കിനി വേണമെങ്കിൽ അളവൊക്കെ കൂട്ടിയെടുക്കാം. പച്ചരിയും ഗോതമ്പും അതുപോലെ തന്നെ ഉഴുന്നും കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിനി ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഇത് ഞാനൊരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ വലിയ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ സാധാ പച്ചരിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് 4 മണിക്കൂറൊക്കെയാണ്. ഇതെന്തായാലും മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഗോതമ്പും അരിയും ഉഴുന്നൊക്കെ. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. കൂടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ചോറിൻ്റെ അളവ് കൂടി പോകരുത്. അപ്പം നമുക്കത് ഒരുപാട് ഒട്ടലാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ച ആ വെള്ളം മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് അരച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അധികം കട്ടിയാവരുത്, അധികം ലൂസും ആവാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ കുതിർക്കാൻ വേണ്ടി വെച്ചതിൽ വെള്ളം കമ്മിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. എന്നാലും വെള്ളം ഏറി പോകരുത്. അപ്പോൾ ഞാൻ മാവ് മൊത്തം ഇതിലേക്ക് അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുളിക്കാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ രാത്രിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അരച്ച് വെക്കാം. അല്ല രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവാക്കി എടുക്കാനായിട്ട്. ഇനി ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാവ് നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൽ ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ലേശം ഉപ്പൊന്നിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഈ ഇരുമ്പിൻ്റെ ആപ്പച്ചട്ടിയിലാണ്. ചിലവർ ഓട്ടിൻ്റെ ചട്ടിയിലായിരിക്കും, ചിലവർ നോൺ സ്റ്റിക്ക് ആയിരിക്കും. അപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിൽ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ. ഇനി ഇത് അടച്ചു വയ്ക്കാം. നന്നായി സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. സൈഡൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പൊതുവേ നമ്മൾ ആപ്പം ഒന്ന് മൊരിയിച്ചെടുക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുക. എപ്പോഴും ഉണ്ടാക്കുന്ന ആപ്പത്തു നിന്നൊക്കെ വെച്ചിട്ട് ഒന്ന് വെറൈറ്റി കൂടിയാണ്. നമ്മളെപ്പോഴും പച്ചരിയും തേങ്ങയൊക്കെ ഇട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ടാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.